ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ചായക്കൊപ്പം കഴിക്കാനായിട്ടുള്ള നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രമേ ഇതിൽ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അതെങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കുന്നെന്ന് കാണാം. ആദ്യം നമുക്ക് ഒരു ബൗളിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. 1 കപ്പ് അളവിൽ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടി നമ്മൾ ഇതിനു വേണ്ടി എടുക്കുമ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ പത്തിരിക്കൊക്കെ പൊടിച്ച് വെച്ചിട്ടുള്ള അരിപ്പൊടി ഉണ്ടാകുമല്ലോ, അത് എടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് കായംപൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നിറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് എള്ളാണ്. വെളുത്ത എള്ളാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കരിഞ്ജീരകം ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ നിറച്ച് കരിഞ്ജീരകം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കരിഞ്ജീരകം നമ്മുടെ കയ്യിലില്ലെങ്കിൽ കറുത്ത എള്ളുണ്ടാവുമല്ലോ, അത് ചേർത്താലും മതിയാകും. ഈ എള്ള് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരുപാട് പോഷകഗുണങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരു വിത്താണിത്. ഇനി നമുക്ക് തീ കത്തിച്ചിട്ട് ഒരു പാത്രം അടുപ്പിൽ വെക്കാം. പാത്രത്തിലേക്ക് 1 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് ഒഴിച്ച വെള്ളം നന്നായിട്ട് തിളച്ച് വരണം. ആ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ചിരുന്ന പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് 1 കപ്പ് അളവിൽ മാത്രം ഒഴിച്ച് കൊടുത്താൽ മതിയാകും. 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 കപ്പ് അരിപ്പൊടിക്ക് 1 കപ്പ് വെള്ളം മതിയാകും. കൂടുതലായിട്ട് ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. പൊടി നമ്മൾ ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി വെക്കണം. അതിനുശേഷം നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. ഈ വെള്ളത്തിൽ ഈ പൊടി നന്നായിട്ട് തന്നെ മിക്സായിട്ട് വരണം. അതുവരെ ഇളക്കി കൊടുത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മൾ ഈ തിളച്ച വെള്ളത്തിലേക്ക് പൊടികൾ ഇട്ട് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ മിക്സാക്കി എടുക്കണം. വെള്ളവും പൊടിയും നന്നായിട്ട് യോജിക്കുന്നത് വരെ നമ്മളിത് ഇളക്കി കൊടുക്കേണ്ടതാണ്. അതിനുശേഷം നമുക്കിത് അടച്ച് വെക്കണം. ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്കിത് കുഴച്ചെടുക്കേണ്ടതാണ്. ഒരു 2 മിനിറ്റ് സമയം അടച്ച് വെച്ചതിന് ശേഷം വീണ്ടും തുറന്നിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം. നമ്മളിത് കുഴച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷേ സാരമില്ല, വെള്ളമൊന്നും ചേർക്കാതെയാണ് കുഴച്ചെടുക്കേണ്ടത്. അഥവാ നിങ്ങൾക്ക് കുഴച്ചെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രം കൈവെള്ളത്തിലൊന്ന് നനച്ചതിന് ശേഷം മാത്രം കുഴച്ചെടുക്കാൻ തുടങ്ങുക. എന്ന് വെച്ച് കൂടുതലായിട്ട് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടില്ല. ഞാനിപ്പോൾ ഇത് കുഴച്ചെടുത്തിരിക്കുന്നത് കൈ നനയ്ക്കാതെ തന്നെയാണ് കുഴച്ചെടുത്തിരിക്കുന്നത്. കൂടുതൽ സമയം കുഴച്ചെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. നമുക്കിത് കയ്യിൽ വെച്ചിട്ട് ചെറിയ ഉരുളകളാക്കി എടുക്കാനുള്ളതാണ്. അപ്പോൾ അതേ പാകത്തിൽ നമുക്ക് ഇതുപോലെ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ഉരുളകളാക്കി ഇതിൽ നിന്ന് എടുക്കാം. എന്നിട്ട് കൈകൊണ്ട് ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ആയി കിട്ടും. എന്നിട്ട് ഇതിൻ്റെ അറ്റത്തെല്ലാം പൊട്ടിപ്പോയതുപോലെ കാണാം. ആ സമയത്ത് നമുക്ക് ഇതുപോലെ കൈവിരൽ കൊണ്ടൊന്ന് സൈഡിലായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇതേ രീതിയിലായിട്ട് കിട്ടും. അപ്പോൾ ഇതേ രീതിയിൽ ഉണ്ടാക്കി വെക്കണം. പിന്നെ വേറൊരു രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് മാവ് ഉരുട്ടിയെടുത്ത് പലകയിൽ വെച്ചതിന് ശേഷം നമുക്ക് ചപ്പാത്തി കോല് വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു കുപ്പിയുടെ മൂടി കൊണ്ടോ അല്ലെങ്കിൽ കയ്യിൽ ഇതുപോലത്തെ ഒരു ബിസ്ക്കറ്റ് കട്ട് ചെയ്യുന്ന അച്ചുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ ഇതുപോലെ ആയിട്ട് കിട്ടും. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് ഒന്ന് സൈഡിലൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ആയി കിട്ടും. അപ്പോൾ എല്ലാം ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. നമ്മളിത് പരത്തിയെടുക്കുന്ന സമയത്ത് കൂടുതൽ നേർമയിലായിട്ട് പരത്തിയെടുക്കണം. നമുക്കിത് എണ്ണയിലിട്ട് വറുത്തെടുക്കാനുള്ളതാണ്.
അപ്പോൾ ഇതുപോലെ നേർമയിലായിട്ട് പരത്തി വറുത്തെടുക്കുന്ന സമയത്ത് കൂടുതൽ നാളുകൾ സൂക്ഷിച്ച് വെക്കാനും കഴിയും. അപ്പോൾ എല്ലാം ഇതുപോലെ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലിട്ട് വറുത്ത് കോരാം. അതിനായിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തു. എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മളിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം 1 മിനിറ്റ് സമയം ഒന്ന് ഇളക്കാതിരിക്കണം. അതിനുശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഓരോന്നോരോന്നായിട്ട് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് വരും. ആ സമയത്ത് നമുക്കിത് കോരി മാറ്റാം. നമ്മളിത് കോരി മാറ്റി ഇട്ട് വെക്കുന്ന പാത്രത്തിലേക്ക് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയാകും. നമ്മളിത് വറുത്തെടുക്കുന്ന സമയത്ത് കൂടുതൽ എണ്ണ ഇതിലുണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പർ വലിച്ചെടുത്തോളും. കുറച്ച് കറിവേപ്പില ഉണ്ടെങ്കിൽ അതുകൂടി നമുക്ക് എണ്ണയിലേക്കിട്ട് വറുത്ത് കോരിയിട്ട് സ്നാക്സിൻ്റെ മുകളിലായിട്ട് വിതറി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ സ്നാക്സ് തയ്യാറായി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. നമ്മളുണ്ടാക്കിയ സ്നാക്സ് കൂടുതൽ നാൾ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ കൂടുതൽ നാളുകൾ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്നത് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻസൊക്കെ അറിയിക്കാനും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.